പ്രിയപ്പെട്ടവരെ നമസ്കാരം. ടീമൺ മീഡിയ എഡിറ്റേഴ്സ് സ്പീക്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം പലരും തമാശയോടെ അല്ലെങ്കിൽ ഒരു ചിരിയോടൊക്കെ ഇതിനെ കണ്ടു കളഞ്ഞേക്കാം. പക്ഷേ നമ്മൾ മുന്നിൽ വെക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിർണായക ശക്തി BJP നേതൃത്വം നൽകുന്ന NDA തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് BJPക്ക് നേട്ടം കൈവരിക്കാൻ പോകുന്ന രീതിയിലേക്കാണ്. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും ദിനംപ്രതി മാറുകയാണ്. അത് എങ്ങോട്ടേക്കാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ഉയരുന്നത്. 2 മണിക്കൂർ നീളുന്ന PV അൻവറിന്റെ പത്രസമ്മേളനം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹിക്കുന്ന മകളായ വീണയ്ക്കെതിരെ PV അൻവർ വലിയ ആരോപണം പറയുകയുണ്ടായി. PV അൻവർ പറഞ്ഞ ആരോപണത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ, മരുമകൻ റിയാസ്, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി P ശശി, പിന്നീട് പോലീസിലെ അഡീഷണൽ DGP അജിത് കുമാർ എന്നിവരുടെ പേര് പരാമർശിച്ചാണ് PV അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തുവിട്ടത്. പക്ഷെ അതൊക്കെ ഒരു വാക്കുകൊണ്ടുള്ള ആരോപണങ്ങളാണ്. അതിലൊക്കെ പിണറായി വിജയൻ എത്രമാത്രം പേടിക്കുമെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ അതിൽ നിന്ന് മറുപടി പറയുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ വിഷയങ്ങളിൽ പോയി എത്തി നിൽക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് BJPക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കിയിട്ടുണ്ടോ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വേറൊരു ശക്തിയാണെന്ന് തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയാം. അത് പാറമേക്കാവ് ദിവസത്തിനും തിരുവമ്പാടി ദിവസത്തിനും വളരെ വ്യക്തമായി അറിയാം. ആ വിഷയം അവിടെ തീരും എന്നുള്ളതാണ്. പക്ഷേ അടിക്കടിയായി PV അൻവർ പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ള രീതിയിൽ ഇന്നലെ ആരോപണം കൊണ്ടെത്തിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ യാതൊരുവിധ കഴിവുമില്ലെന്ന് കേരള മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നം മറ്റൊന്നാണ്. പക്ഷെ തൃശ്ശൂർ പൂരം ഫോക്കസ് ചെയ്ത് BJPക്കെതിരെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നതിന് പിന്നിൽ BJP കേരളത്തിൽ വളരുമോ എന്നുള്ള പലരുടെയും ഭയമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലും പാലക്കാട്ടുമൊക്കെ BJPക്കുണ്ടായിട്ടുള്ള വോട്ട് വർധനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച പോയി നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറും എന്നുള്ളത് തന്നെയാണ്. ഹിന്ദു ഐക്യവേദി പുറത്തുവിടുന്ന ലിസ്റ്റിൽ പോലും 100-നകത്ത മണ്ഡലങ്ങളിൽ നിലവിലും BJPക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു റിപ്പോർട്ട്. അവർ നടത്തിയ പഠനത്തിന്റെ പുറത്താണ് ഹിന്ദു ഐക്യവേദി അങ്ങനെ റിപ്പോർട്ട് വെച്ചത്. 100-നകത്ത് സീറ്റുകളിൽ കേരളത്തിൽ BJP വിജയിക്കാം. പക്ഷേ കേരളത്തിന്റെ മനസ്സ് പൂർണ്ണമായി മാറുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ തന്നെ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ തന്നെ സൂചിപ്പിക്കുന്നത് പ്രബലമായിട്ടുള്ള SNDP NSS സമുദായങ്ങൾ BJPക്ക് ഒപ്പം ചേരുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ BJPക്ക് ഒപ്പം ചേരുന്നു. പട്ടികജാതി സംഘടനകളുടെ ഇടയിലേക്ക് BJP എത്തിപ്പെടുന്നു. വിശ്വകർമ്മ സമൂഹത്തിന്റെ മുന്നിലേക്ക് BJP എത്തിപ്പെടുന്നു. അങ്ങനെ ഒരു വൺ ബ്ലോക്കായിട്ട് BJP പ്രവർത്തനം കേരളത്തിൽ നയിക്കുന്നു. കേരളത്തിൽ BJP ജയിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ BJP വലിയൊരു അധികാര ശക്തിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ ചർച്ചകൾ എന്ന് നമുക്ക് പറയാതിരിക്കാനും നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ PV അൻവർ വെക്കുന്നത് മുഴുവൻ BJPക്കെതിരെയാണ്. PV അൻവർ സംസാരിക്കുന്നതെല്ലാം BJPക്കെതിരെയാണ്. BJPയും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട്. അതായത് കേരളത്തിൽ പിണറായി വിജയന് BJPയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ 2026 തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വൺ ബ്ലോക്കായി UDFിലേക്ക് പോകണം എന്നാണ് PV അൻവർ വെക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് എത്തിപ്പെടണം. UDF വലിയ ശക്തിയായി കേരളത്തിൽ വിജയിക്കണമെന്ന് PV അൻവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ PV അൻവറിനെ മുന്നിൽ വെക്കുന്നവർ ആഗ്രഹിക്കുന്നു. ആ UDF അധികാരത്തിൽ വരികയും ഇടതുപക്ഷം പ്രതിപക്ഷമായി കേരളത്തിൽ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിലുണ്ടാകുന്ന BJPയുടെ വളർച്ച തടയിടാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി കേരളത്തിലുണ്ട്. ആ വോട്ടുകളെ വൺ ബ്ലോക്കായി UDFിന്റെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചുകൊണ്ട് UDFിനെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ
ഇന്ന് കാണുന്ന BJPയുടെ വളർച്ചയെ ഒരു പരിധി വരെ തടയിടാമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇനിയും അധികാരം പിടിക്കുവാൻ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നിയമസഭാ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വലിയ പാടായിരിക്കും എന്നുള്ളതാണ്.